വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് നോക്കിയാൽ കാണാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റിലായിരുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം ഒരു ബുള്ളിഷിലായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് താഴോട്ടേക്ക് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. നോക്കിയാൽ കാണാം, ഈ ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഒരു ഹൈ. ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 2 തവണ ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് മൾട്ടിപ്പിൾ ടൈം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് റീടെസ്റ്റ് ചെയ്തൊന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് വന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇന്ന് അവിടെ വന്നിട്ടുണ്ട്. ഓരോ റീടെസ്റ്റിലും അതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, മാർക്കറ്റ് വളരെ വലിയ രീതിയിലാണ് താഴോട്ടേക്ക് വീഴുന്നത്. അതായത് റെസിസ്റ്റൻസിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ റീടെസ്റ്റ് ചെയ്ത സമയത്ത് നോക്കിയാൽ കാണാം വലിയൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് വീണു. അതുപോലെ തന്നെ അതിന്റെ മുന്നേ റീടെസ്റ്റ് ചെയ്ത സമയത്ത് നോക്കിയാൽ വലിയ താഴോട്ടേക്ക് വീണു. ഇവിടെ നോക്കിയാൽ കാണാം വലിയ ക്യാൻഡിൽ താഴോട്ടേക്ക് വീണു. അപ്പൊ ഇന്നത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ വരച്ചതാണ്. ഈ ഒരു ലൈനിൽ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. പുൾ ബാക്ക് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകുന്നതിന്റെ സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസും കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇംബാലൻസ് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരു ചാൻസ്, അതായത് വലിയൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് സാധ്യതകൾ പരിശോധിക്കാം. ഇപ്പൊ വന്നിരിക്കുന്നത് 1 അവർ ചാർട്ടിലാണ്. 1 അവറിൽ നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഈ ഏരിയ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് പലതവണ ആക്ട് ചെയ്ത ഏരിയ ആണ്. അപ്പൊ ആ ഏരിയയിലേക്ക് ഓരോ തവണ മാർക്കറ്റ് വരുന്ന സമയത്തും വലിയൊരു താഴോട്ടേക്കുള്ള ഒരു പുഷ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നോക്കിയാൽ കാണാം താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമായിട്ടുള്ള ഒരു പുഷിലേക്ക് അല്ലായിരുന്നു മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തവണ മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ലൈനിലേക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒരു റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോ റീടെസ്റ്റ് നടന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി റീടെസ്റ്റ് വരുമോ അതോ ബ്രേക്ക് ചെയ്തിട്ട് ഇംബാലൻസ് എന്ന് വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു ഏരിയനെ 1 അവറിൽ ഒരു വളരെ ക്ലോസ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് നിന്നൊരു ഏരിയ ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതാണ്. ഇവിടെ നിന്നിട്ടും മുകളിലോട്ട് പോയി, വീണ്ടും മുകളിലോട്ട് പോയി ഓരോ പുൾ ബാക്കിലും മാർക്കറ്റ് നല്ല റാലി നടത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓരോ തവണയും നോക്കുമ്പോൾ കാണാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓരോ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ മുകളിലോട്ട് പോവുകയും തിരിച്ച് ആ സ്ട്രക്ചറിനെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് അവിടെ മൾട്ടിപ്പിൾ ടൈം നിന്നിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാൻഡിൽ റിയാക്ഷൻ കിട്ടിയിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കുറച്ചും കൂടി പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ വലിയൊരു വീഴ്ച, ഇവിടെ നിന്ന് വലിയൊരു വീഴ്ചയ്ക്കുള്ളതാണ് സാധ്യത. എനിവേ ഈ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്, ലൈനെയും അതുപോലെ തന്നെ ഇവിടെ താഴെയുള്ള ഇംബാലൻസിലും. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നോട്ട് ചെയ്യാനുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ നേരത്തെ നമ്മൾ പറഞ്ഞ സപ്പോർട്ടിലേക്കും അതുപോലെ തന്നെ തൊട്ട് താഴെ അതിന്റെ റെസിസ്റ്റൻസിന്റെയും അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ ട്രേഡ്റൂട്ടിന്റെ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇംബാലൻസ് എടുത്തിട്ടോ വർക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അത് ലൈവിൽ ഇരുന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാണാം കാൻഡിൽ 6 മുകളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബെയറിഷ് തന്നു. പിന്നെ ചെറിയ റിട്രേസ്മെന്റ് തന്നു. വീണ്ടും കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് ഒരു ബെയറിഷ് തന്നിട്ടുണ്ട്. എനിവേ
ആ ഒരു വരവ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ളതാണെന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വരവ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ എവിടെ വരെ വരുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രി സാധ്യതകളാണ് നോക്കേണ്ടത്. എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഉണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടേക്ക് വരിക, വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. ചെറിയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരുപക്ഷെ ഒരു വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് തരുകയാണെങ്കിൽ അതിലേക്ക് വരുന്ന ഒരു റീടെസ്റ്റ്, ആ ഒരു പാറ്റേണിലേക്ക് വരുന്ന റീടെസ്റ്റിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യതയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത പ്രീവിയസ് ഹൈ ആണ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് ബൈ സാധ്യതയാണ്. ഇനി സെൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഈ ഒരു ഹൈനെ, ഈ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണ്. അതായത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു സെൽ സാധ്യത ഉണ്ട്. സെൽ സാധ്യത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുന്നത് വലിയ സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ആവരുത്. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു റീടെസ്റ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ല ചെറിയ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ഒരു റിജക്ഷനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിലിൽ ഒരു ഫോളോ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ എൻട്രിക്കുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സെൽ എൻട്രി വരികയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാനും സപ്പോർട്ട് ഏരിയനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇംബാലൻസ് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ രണ്ട് മെയിൻ എൻട്രികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ ഏരിയയിൽ നിന്ന് ബൈ എൻട്രി, ഒന്ന് മുകളിൽ നിന്നൊരു സെൽ എൻട്രി. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെ സെൽ എൻട്രിയുടെ ഒരു സാധ്യത കൂടി ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോയി മാർക്കറ്റ് പോയതിനു ശേഷം ഇവിടെ ഈ ഒരു പാറ്റേണിൽ ഇവിടെ നിന്ന് നല്ലൊരു റിയാക്ഷൻ, ഈ പറഞ്ഞ പോലെ വലിയൊരു ക്യാൻഡിൽ റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ സെൽ എൻട്രി സാധ്യത ഉണ്ട്. പക്ഷെ അത് റിസ്കി സെൽ എൻട്രി കൂടിയാണ്. കാരണം ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ മിക്കവാറും ഈ സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിലേക്കോ വന്നിട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റിസ്കി സെൽ എൻട്രി ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പരമാവധി സെൽ എൻട്രി എടുക്കാതിരിക്കുക. കാരണം തൊട്ടടുത്ത് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് ഉള്ളത് കൊണ്ടാണ് ഒരു സെൽ എൻട്രി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വന്നേക്കാം, എന്നാലും ആ ഏരിയാസിനെ റെസ്പെക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഒരു ബൈ എൻട്രി എന്ന് വെച്ചാൽ ഒരു കൺഫേം ബൈ എൻട്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ വരച്ച, അതായത് ഈ ഒരു ഏരിയയുടെ മുകളിൽ നമുക്കൊരു നല്ലൊരു കൺഫേം ബൈ എൻട്രി ഉണ്ട്. റെസിസ്റ്റൻസിന്റെ മുകളിൽ നല്ലൊരു കൺഫേം ഒരു ബൈ എൻട്രി കാണാം. അവിടെ ബൈ എൻട്രി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ എത്തുന്ന സമയത്ത് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ്. ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ചിലപ്പോൾ ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുക്കാം. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം പല ടൈമായിട്ട് നിന്നിട്ടുണ്ട്. അതൊരു മുകളിലേക്ക് പോയിരുന്ന ഡീപ്പ് പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ആ ഒരു പാറ്റേണിൽ കൃത്യമായി ക്യാൻഡിൽസോ അല്ലെങ്കിൽ അതിന് എൻട്രി കിട്ടാവുന്ന ഒപ്റ്റിമൽ ലെവലോ നോക്കിയതിന് ശേഷം മാത്രം വയ്ക്കുക. ചാടി കയറി എടുക്കരുത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ റിവേഴ്സൽ കിട്ടിയിട്ടായിരിക്കും വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവുക. അതൊന്ന് ഓർമ്മയിൽ വെക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു സെൽ എൻട്രി, ഒരു ക്ലിയർ സെൽ എൻട്രി ഇതിന് താഴെയുണ്ട്. ഇതിന് താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു നല്ല ഒരു പ്രഷർ കാണിക്കുകയാണെങ്കിൽ, പ്രഷർ കാണിച്ചിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ, അതായത് ഇംബാലൻസിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ അവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. അത് ഈ ലോ വരെ സാധ്യത ഉണ്ട്. അത് ഇന്നത് എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു സാധ്യത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ലൊരു സെൽ എൻട്രിയും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. എൻട്രി സാധ്യതകളും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പറയുന്ന ഏരിയാസിൽ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു കാലത്തും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.